ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സതീഷിനെ പിടികൂടിയെങ്കിലും കൊല്ലം സെഷൻസ് കോടതി ഇയാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെ സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള ജാമ്യം റദ്ദാക്കുന്നതിനെ കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എം മനോജ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മനോജ്, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന ഒന്നാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇയാൾക്ക് കടുത്ത ശിക്ഷ നൽകണം, ഇയാളെ ജയിലിലേക്ക് അടയ്ക്കണം എന്ന നിലപാട് മുൻപ് തന്നെ ആ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ അതുല്യയുടെ അച്ഛൻ പറയുന്നത്? ആദ്യം അതുല്യയുടെ പിതാവിൻ്റെ പ്രതികരണം കേൾക്കാം, അതിനുശേഷം മനോജിലേക്ക്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കാര്യത്തിൽ എൻ്റെ മകളെ അവന് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേങ്കിൽ ഇത് ഹാങ് ആണെങ്കിലും അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും. അത്ര ക്രൂരമായിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. മനസ്സിലായോ? അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായിട്ട് തന്നെ പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ നമ്മുടെ കേരള പോലീസ് അത് കൃത്യം അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് അതെനിക്ക് ഉറപ്പാണ്. സതീഷിന് ജാമ്യം നൽകിയതിലുള്ള നിരാശയാണ് ആ പ്രതികരണത്തിൽ അച്ഛൻ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ ഇയാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയെങ്കിലും പിന്നീട് കൊല്ലം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതിൽ നിരാശയുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അതുല്യയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ് പറയും. കഴിഞ്ഞ മാസം 19-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിൽ തന്നെ അതിനുശേഷം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കുടുംബത്തിന് അതുല്യ മുൻപ് അയച്ചു കൊടുത്ത ഈ ദൃശ്യങ്ങളൊക്കെ, അതിലൊക്കെ തന്നെ ഈ സതീഷ് അതുല്യയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് വന്നത്. ആ തരത്തിൽ മുറിവേറ്റ പാടുകൾ ഉൾപ്പെടെ ഈ അതുല്യയുടെ ശരീരത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് അത് അന്വേഷണത്തിലേക്ക് പോയത്. ഷാർജ പോലീസിന്റെ അന്വേഷണത്തിൽ ആത്മഹത്യ എന്ന് കണ്ടെത്തി. അവിടെയുള്ള പോസ്റ്റ്മോർട്ടത്തിലും ആത്മഹത്യ എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ നാട്ടിലെത്തിച്ച് വീണ്ടും ആത്മഹത്യ ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അങ്ങനെ നാട്ടിലെത്തിച്ച് ആത്മഹത്യയാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിയായി ആരോപിക്കുന്ന സതീഷ് ഷാർജയിൽ തന്നെ താമസിച്ച് വരികയായിരുന്നു. എങ്ങനെയെങ്കിലും സതീഷിനെ നാട്ടിലെത്തിക്കണം എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള പോലീസ് സന്നാഹങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ സതീഷ് നാട്ടിലെത്തിയപ്പോഴേക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇടക്കാല ജാമ്യം, ഇപ്പോൾ ഈ ഇടക്കാല മുൻകൂർ ജാമ്യമാണ് സതീഷിന് കിട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിലെത്തിയ സതീഷിനെ ക്രൈംബ്രാഞ്ച് സംഘം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോയി എയർപോർട്ടിൽ നിന്നും പോലീസ് ഈ സതീഷിനെ പിടികൂടി വലിയതുറ പോലീസിന് കൈമാറി. പക്ഷേ ഈ നിയമസഹായം സതീഷിന് ലഭിച്ചു എന്നുള്ളതാണ് ആ സതീഷിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഈ ഷാർജ നിലവിലെ ജോലി സതീഷിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കാണ് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അതുല്യയുടെ കുടുംബം തൃപ്തരല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പ്രതിയായി ആരോപിക്കുന്ന സതീഷിന് ജാമ്യം അനുവദിച്ചതും അതിന്റെ നിയമസാധ്യതകൾ ഇനി മുന്നോട്ട് അത് തേടിപ്പോകുമെന്ന് തന്നെ. സതീഷിന് ജാമ്യം അനുവദിച്ചതിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തുകയാണ് അതുല്യയുടെ കുടുംബം. അതുല്യയുടെ പിതാവിൻ്റെ പ്രതികരണമാണ് നേരത്തെ നമ്മൾ കേട്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനിയും എം മനോജും.